ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ വൈകിട്ട് 4:30 രാജിക്കത്ത് നൽകും. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്കാണ് രാജിക്കത്ത് നൽകുക. വിനീത വി.ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം സജീവമായി നിൽക്കുന്നു. ചില പേരുകൾ, അതിഷിയുടെയൊക്കെ പേരുകൾ, അതുപോലെ സുനിത കെജ്രിവാളിൻ്റെ പേരുകളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്താണ് ആപ്പിലെ ചർച്ചകൾ, വിനീത? ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയിൽ ചർച്ചകളൊക്കെ തന്നെ സജീവമായി തുടരുകയാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിഷിയുടെ പേരുണ്ട്, ഒപ്പം തന്നെ സുനിത കെജ്രിവാളിന്റെ പേരുണ്ട്. ഇങ്ങനെ ആർക്കാണ് സാധ്യത എന്നുൾപ്പെടെയുള്ള ഒരു പ്രഥമ പരിഗണനയിലേക്ക് വരുന്ന ചില പേരുകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 1-2 ദിവസത്തിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ സുനിത കെജ്രിവാൾ വരികയാണെങ്കിൽ അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം കൂടി ആ ഒരു ഘട്ടത്തിൽ നിർണായകമാകുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. രാജീവ് ചദ്ദ അടക്കമുള്ളവർ അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മനീഷ് സിസോദിയ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ഇന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിലെല്ലാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതുള്ളത് തന്നെയാണ്. അതേസമയം ഇന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ താൻ രാജി സമർപ്പിക്കുമെന്നായിരുന്നു ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാളെ വൈകിട്ട് 4:30 അദ്ദേഹം രാജിക്കത്ത് കൈമാറുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 4:30 ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ടായിരിക്കും ഈ രാജിക്കത്ത് കൈമാറുക. അരവിന്ദ് കെജ്രിവാളിനൊപ്പം മനീഷ് സിസോദിയയും ഉണ്ടാകും. രാജി സമർപ്പിച്ചതിന് ശേഷം ജനവിധി തേടാനാണ് തീരുമാനം. നേരത്തെ തന്നെ അത്തരം തീരുമാനങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയതുമാണ്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ ആ തീരുമാനത്തെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതുകൂടി വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം, അത് ജനങ്ങൾ സ്വീകരിച്ച തീരുമാനമാണ്. ആ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുതിർന്ന നേതാക്കൾ അടക്കം ഇന്ന് വൈകിട്ടോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് എത്തുകയും അവിടെ കൂടിക്കാഴ്ചയും മറ്റ് ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ വൈകിട്ട് 4:30 രാജിവെക്കും. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ആപ്പിൽ ചർച്ചകൾ സജീവം. വിനീത വി.ജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.